144 പ്രാവശ്യമാണ് ഒരു വർഷം ഒരു ഗവൺമെൻറ്റിന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാവുന്ന റിസർവ് ബാങ്കിൽ നിന്ന്. ആ ഓവർ ഡ്രാഫ്റ്റ് എടുക്കൽ തന്നെ ഏകദേശം 144 അടുത്തെത്തി നിൽക്കുകയാണ് ഈ വർഷം. കേരളീയം നമ്മൾ കണ്ടു, ചേർത്ത് പിടിക്കലിൻ്റെ, അതുപോലെ നവകേരള സദസ്സ് നമ്മൾ കണ്ടു, അത് കഴിഞ്ഞ് എൻ്റെ കേരളം പരിപാടി, ഇതൊക്കെ ചേർത്ത് പിടിക്കലായിരുന്നു. പക്ഷേ ആരെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 1956 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1,53,200 കോടിയായിരുന്ന സഞ്ചിത കടം ഇപ്പോൾ 6 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കേന്ദ്രം ഇൻകം ടാക്സ് മുഴുവനും, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ കേന്ദ്രമാണ് പൂൾ ചെയ്യുന്നത്. അതാണ് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്. 22 ഓൾ ഇന്ത്യ ബേസിസിലുള്ള പരീക്ഷകൾ നടത്തുന്നു, വേറെ എന്തൊക്കെ. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ നടത്തുന്ന UPSCയിൽ 11 പേരേ ഉള്ളൂ. പക്ഷേ കേരള PSCയിൽ 21 പേരുണ്ട്. ജനങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം, ശക്തരായിരിക്കണം. അതുപോലെ തന്നെ മാധ്യമങ്ങളും അത്തരത്തിൽ മാധ്യമ 4ാമത്തെ തൂണാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റം വരുത്താൻ പറ്റും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പുതിയ പ്രതീക്ഷയുമായി പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. പക്ഷേ ധനപ്രതിസന്ധി രൂക്ഷമാണ് എന്ന് പലരും പലവട്ടമായി നമ്മോട് പറയുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രതിസന്ധി? എത്ര രൂക്ഷമാണ് ഈ പ്രതിസന്ധി? എന്തൊക്കെ ചെയ്താൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും? ഏത് രീതിയിലായിരിക്കണം ധനസ്ഥിതി നിയന്ത്രിക്കേണ്ടത്? മുഖ്യമന്ത്രി കൂടിയായ VD സതീശൻ പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് ധനകാര്യ വിദഗ്ധ അധ്യാപികയുമായ ഡോക്ടർ മേരി ജോർജ്. നമസ്കാരം മാഡം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായി കേൾക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ധനസ്ഥിതി മോശമാണ്, പ്രതിസന്ധിയാണ്, ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ് തുടങ്ങിയ വിശേഷങ്ങളാണ് കേൾക്കുന്നത്. എത്രത്തോളം രൂക്ഷമാണ് മാഡം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ കണക്കുകൾ വെച്ചാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞകാല ബജറ്റുകൾ ഓരോന്നും തിരിച്ചു നോക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും പറയണത് 100% ശരിയാണ് എന്ന്. കാരണം ഈ സർക്കാർ ഈ വർഷം തന്നെ, അതായത് 144 പ്രാവശ്യമാണ് ഒരു വർഷം ഒരു ഗവൺമെൻറ്റിന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാവുന്ന റിസർവ് ബാങ്കിൽ നിന്ന്. ആ ഓവർ ഡ്രാഫ്റ്റ് എടുക്കൽ തന്നെ ഏകദേശം 144 അടുത്തെത്തി നിൽക്കുകയാണ് ഈ വർഷം. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. അത് കൂടാതെ തന്നെ എടുക്കാവുന്ന അത്രയും കടം എടുത്തു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം ശ്രീ ബാലഗോപാൽ പറഞ്ഞല്ലോ 6000 കോടി ഞങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത്, ഖജനാവ് കാലി എന്ന് പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം, 6000 കോടി അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഓർമ്മ വേണം, കഴിഞ്ഞ ഓണക്കാലത്തിന് മുൻപ് മുതലേ എന്താ പറയുക, ചെക്കുകളും ഡ്രാഫ്റ്റുകളും ഒക്കെ ക്യൂ സിസ്റ്റത്തിൽ കിടക്കുകയാണ്. ആദ്യം പറഞ്ഞ് 10 ലക്ഷത്തിൽ കൂടിയത് ക്യാഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ച് 3 ലക്ഷത്തിൽ കൂടുതലുള്ളത് പോലും ക്യാഷ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് ഓർമ്മയുണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വന്ന സമയത്ത് സർക്കാരിൻ്റെ ചില പ്രോമിസസ് ഉണ്ടായിരുന്നു. വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രോമിസസ് ആയിരുന്നു. അതായത് ശമ്പളം 11ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കിടക്കുകയാണ്. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് അനൗൺസ് ചെയ്ത DA DR കുടിശ്ശികകൾ, അതിൽ ഒരുപാട് ഗഡുക്കൾ ഇപ്പോഴും കിടക്കുകയാണ്, ഇപ്പോഴും കിടക്കുകയാണ്. അപ്പം പറഞ്ഞിരുന്നത് ഇത് ഗവൺമെൻറ് ഇലക്ഷൻ വരുന്നതിനൊക്കെ മുൻപ്, അതായത് അത് 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ സമയത്ത് അതിന് മുൻപാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് മുൻപ് ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും ക്യൂ സിസ്റ്റം നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ 6000 കോടി എന്ന് പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ പണം അത് പിന്നെ കൊടുക്കേണ്ട വകുപ്പിലേക്ക് കൊടുക്കാതെ ചെയ്തതായിരിക്കാം. അപ്പം ഈ വകമാറ്റൽ CAG എപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വലിയ തെറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു പാകപ്പിഴയാണ് വകമാറ്റി ചെലവഴിക്കൽ. അതെന്തിനാണ് ഈ വകമാറ്റി ചെലവഴിക്കുന്നത്? ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, വകമാറ്റി ചെലവഴിക്കലിൻ്റെ ഭീകരത. അതായത് നമുക്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യയുടെ കാർഷിക പാരിസ്ഥിതിക സൗഹൃദ വികസനം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ വായ്പ തരുന്നു. ആ വായ്പയുടെ കേരളത്തിൻ്റെ ആദ്യ ഗഡു 139 കോടി എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലേക്ക് വരുന്നു. കേര പദ്ധതിക്ക് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കൃഷി അല്ല ഉദ്ദേശിക്കുന്നത്, കേരളത്തിൻ്റെ
കൃഷി, കാർഷിക, എന്താ പറയുക, പാരിസ്ഥിതിക സൗഹൃദ മുന്നേറ്റം അതിനാണ്. അപ്പോൾ ആ കിട്ടിയ വായ്പ കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് ബി അശോകാണ്. ബി അശോക് അറിയാതെ ആ എമൗണ്ട് വകമാറ്റി. അപ്പോൾ ഈ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിന് ഒരു സ്വഭാവമുണ്ട്, ഒരു വായ്പ ഒരു രാജ്യത്തിന് കൊടുത്ത് അത് കൃത്യമായിട്ടും ചെലവഴിച്ചിരിക്കണം ആ പർപ്പസിന് വേണ്ടി. അപ്പോൾ അതും 15 ദിവസം അവർ പണം കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോഴേക്കും ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എത്തി അത് പ്രയോജനപ്പെടുത്താനുള്ള പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയെന്ന് പറയണം. അപ്പോൾ അതറിയാൻ വേണ്ടി ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് മിസ്റ്റർ ബി അശോക് ഇതറിയുന്നത്, ഇങ്ങനെ വായ്പ വന്നു എന്നും താൻ പോലും അറിയാതെ അത് വകമാറ്റിയെന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു പത്രക്കാർക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു ആ വിവരം. അതോടെ അദ്ദേഹവുമായിട്ട് കലപിലയായി. പിന്നെ നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾക്കറിയാം എന്തൊക്കെ സംഭവിച്ചു എന്ന്. ഇപ്പോഴും ആ അടികലശൽ തീർന്നിട്ടില്ല. അപ്പോൾ അതാണ് ഈ വകമാറ്റൽ. അപ്പോൾ വളരെ, അതായത് നമ്മുടെ കാർഷിക രംഗം അത്ര പരിതാപകരമായ അവസ്ഥയിൽ, വന്യജീവി മനുഷ്യ സംഘർഷം ഒരു വശത്ത്, അതുകൂടാതെ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ കാർഷിക മേഖല തളർന്നു കിടക്കുകയാണ്. അങ്ങനെയുള്ള കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് കിട്ടിയ ഫണ്ട് പോലും വകമാറ്റി എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റ് എത്ര ഭീമമായ തെറ്റാണ്. എന്നിട്ട് ചേർത്ത് പിടിക്കുന്നു. കേരളീയം നമ്മൾ കണ്ടു, ചേർത്ത് പിടിക്കലിൻ്റെ. അതുപോലെ നവകേരള സദസ്സ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ കേരളം പരിപാടി, ഇതൊക്കെ ചേർത്ത് പിടിക്കലായിരുന്നു. പക്ഷേ ആരെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ആരെയും ചേർത്ത് പിടിച്ചില്ല, അതുകൊണ്ട് എല്ലാവരും കൂടി താഴെ ഇറക്കുക ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ 6000 കോടി ഇട്ടുപോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കടത്തിൻ്റെ, അതായത് ധനപ്രതിസന്ധിയെപ്പറ്റി പറയുമ്പോൾ 1-2 സൂചനകൾ ഞാൻ തരാം. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങുന്ന സമയത്ത്, അതായത് ബാറ്റൺ കൈമാറുന്ന സമയത്ത്, പിണറായി വിജയന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട 1956 മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. അത് 1,53,200 കോടിയായിരുന്നു. ആ കടം ഇപ്പോൾ 6 ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് 1956 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1,53,200 കോടിയായിരുന്ന സഞ്ചിത കടം, അതൊക്കെ ബജറ്റ് ഡോക്യുമെൻറ്റിലുള്ളതാണ് കേട്ടോ, ആയിരുന്ന കടമാണ് ഇപ്പോൾ 6 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആരും പറയുകയല്ല ചെയ്യേണ്ട, ബജറ്റ് ഡോക്യുമെൻ്റ് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അത് ബജറ്റ് ഡോക്യുമെൻറ്റിൽ 4,87,897 കോടിയാണ് കടം. പിന്നെ എങ്ങനെ ഇത് 6 ലക്ഷം കോടിയാണ്? അവിടെയാണ് അതിൻ്റെ രസം വരുന്നത്. കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്തിരിക്കുന്ന കടം, കിഫ്ബി വഴി തന്നെ 1,10,000 കോടിയോളം കടം എടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയും മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. ആ ഉപയോഗിച്ച കടം, അതിൻ്റെ അകത്തുനിന്ന് ഉപയോഗിച്ചത്ര കടവും പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുത്ത കടവും കൂടി ചേർത്തു. ഈ 4,87,897 കോടിയുടെ കൂടെ ചേർത്തു. അങ്ങനെ ചേർത്തപ്പോഴാണ് അത് 6 ലക്ഷം കോടിയായിട്ട് തീർന്നത്. അപ്പോൾ 6 ലക്ഷം കോടി കടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2002, ആ ആക്ട് കേരളത്തിൽ പാസ്സാക്കുന്നത് 2003 ആ ആക്ട് പറയുന്നത് സഞ്ചിത കടം GSDPയുടെ 29% താഴെ ആയിരിക്കണമെന്നാണ്. 29% താഴെ. അപ്പോൾ നമ്മുടെ ഈ പറയപ്പെട്ട 6 ലക്ഷം കടത്തെ ഈ പറയപ്പെട്ട 14 നമ്മുടെ GSDP, അതായത് 2025-26 ആഭ്യന്തര മൊത്ത വരുമാനം, അതാണല്ലോ നമ്മൾ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് GSDP എന്ന് പറയുന്നത്. അപ്പോൾ ആ GSDPയുടെ 29% പാടുള്ളൂ, അതിൽ താഴെ ആയിരിക്കണം എന്നാണ്, മാക്സിമം 29. അപ്പോൾ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഈ 14,27,145 കോടി അത് GSDP 2025-26 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GSDP ആണ് 14,27,145 കോടി. 45.23 കോടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുക. ഈ 6 ലക്ഷം കോടി കടമെന്ന് പറയുമ്പോൾ അത് GSDPയുടെ എത്ര പെർസെൻറ്റേജാണ്? 43.04%
29% നിജപ്പെടുത്തണം, അതിൽ താഴെയായിരിക്കണം എന്ന് പറഞ്ഞ കടമാണ് 43% എത്തി നിൽക്കുന്നത്, 43.04% എത്തി നിൽക്കുന്നത്. അപ്പോഴാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നത്, വിജയ് തമിഴ്നാട്ടിലെ ഭരണത്തിൽ വന്ന ആദ്യം അദ്ദേഹം ഓത്തൊക്കെ എടുത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഭരണത്തിലേറുന്ന ആദ്യത്തെ പ്രസംഗം, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അഭിസംബോധന നടത്തി. ആ അഭിസംബോധനയിൽ പറയുകയാണ്, ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കഴിഞ്ഞ ഗവൺമെൻറ് മുടിച്ചിട്ടിട്ട് പോയ ഒരു പിന്നെ എന്താണ് ട്രഷറിയാണ്, ഖജനാവാണ്. അപ്പോൾ അദ്ദേഹം പറയും 10 കോടിയാണ് കടം, തമിഴ്നാടിൻ്റെ കടം എന്ന് പറഞ്ഞു. 10 ലക്ഷം കോടി, 10 കോടിയല്ല സോറി, 10 ലക്ഷം കോടിയാണ് കടമെന്ന് പറഞ്ഞു. 10 ലക്ഷം കോടിയാണ് കടമെന്ന് പറഞ്ഞപ്പോൾ കടം GSDP റേഷ്യോ നമ്മൾ കേരളത്തിലെ പോലെ, കേരളത്തിലത് 43 അപ്പോൾ അതിലും കൂടുതലാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പിന്നെ തമിഴ്നാടിൻ്റെ GSDP നോക്കിയപ്പം 35 ലക്ഷത്തി, നമ്മുടെ 14 ലക്ഷമാണ് GSDP, അവരുടെ 35,36,000 കോടിയാണ് അവരുടെ GSDP. അപ്പോൾ അതിൻ്റെ GSDP പിന്നെ കടം റേഷ്യോ നോക്കിയപ്പം 28%, 29 താഴെയാണ്. 29 FRBM അനുവദിക്കുന്നതാണ്, അതിൽ താഴെയാണ്. എന്നിട്ടും വിജയ് പറഞ്ഞു വലിയ കടത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറയാനുണ്ട്. അപ്പോൾ കേരളം കടത്തിന് അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്, ധനപ്രതിസന്ധിയിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സംശയമുണ്ട് മാഡം, അത് തീർക്കണം. അതായത് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി, തൊട്ടു മുൻപ് സ്ഥാനമൊഴിഞ്ഞ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞത്, നിങ്ങളെല്ലാവരും പറയുന്നു, മാധ്യമങ്ങളെല്ലാം എഴുതി പറയുന്നു, 1.5 ലക്ഷം കോടിയിൽ നിന്നും 6 ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ കടം ഉയർത്തി എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ പദ്ധതികളാണ് പൂർത്തിയാക്കിയത്. ഒപ്പം തന്നെ ഇത് ചെയ്യുന്ന സമയം ഒന്ന് നോക്കുക. 1957 മുതൽ ഇങ്ങോട്ടുള്ള കാര്യം നോക്കുമ്പോൾ അന്നത്തെ ചിലവല്ലല്ലോ ഇപ്പോഴത്തെ ചിലവ്, അന്ന് ചെയ്ത കാര്യങ്ങളല്ലല്ലോ ഇപ്പോഴത്തേത്, അന്നത്തെ സ്ഥിതിയല്ലല്ലോ ഇപ്പോഴത്തേത്. ഇതാണ് പറയുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഈ പറഞ്ഞ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോഴും ആ ഒരു കുറ്റി നാട്ടിയത് ഏതിനാണ്, സിൽവർ ലൈനിനുള്ള കുറ്റി നാട്ടി മനുഷ്യരെ പീഡിപ്പിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ വലിയ പീഡനമാണ് മനുഷ്യർക്ക് കൊടുത്തത്. അതൊക്കെ ഇപ്പം അതുപോലെ കിടക്കുക, എത്ര കോടി രൂപയാണ് അതിന് കൊണ്ട് ചെലവഴിച്ചത്. ഇവർ റീൽസ് ഇറക്കാൻ വേണ്ടി തന്നെ എത്ര കോടി, അതിനാ ഈ വക മാറ്റുന്നതൊക്കെ. എത്ര PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പിന്നെ മുഖം മിനുക്കാനുള്ള ഏജൻ്റാണ് ഗവൺമെൻറ് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് കൂടാതെ എത്രയെത്ര ഏജൻസിനെയാണ് അവർ സൃഷ്ടിച്ചത്. അതിനൊക്കെ വേണ്ടിയാണ് വക മാറ്റി പണം ചെലവഴിക്കുന്നത്. അതല്ലാതെ ഇവിടെ തുടങ്ങിയ പദ്ധതികളിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് എടുത്തു കാണിക്കാവുന്ന ഞങ്ങളുടെ മഹത്വം എന്ന്, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് എടുത്തു കാണും. പക്ഷേ അത് നമുക്കറിയാം, 2001 മുതൽ കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ വിഴിഞ്ഞത്തിന് വേണ്ടി, അതുപോലെ രാജഭരണകാലം മുതലേ ഈ വിഴിഞ്ഞം 20 ഇത്രയധികം ആഴമുള്ള പിന്നെ കടൽ പിന്നെ തീരം കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ സാധ്യതകളുണ്ട് എന്ന് രാജഭരണം കാലം മുതലേ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനൊരു പിന്നെ പ്രവർത്തനം തുടങ്ങിയത് കരുണാകരനാണ്. ആ കരുണാകരൻ്റെ കാലത്ത് അത് തുടങ്ങിയപ്പോൾ മുതലേ അവിടെ അഴിമതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ തന്നെ, എനിക്ക് ഓർമ്മയുണ്ട്, മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ മുൻപിൽ നിന്ന് നയിക്കുന്ന സമരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ അതായത് എത്രയോ 20 ലക്ഷം കോടിയുടെ കടം അതാണ് തട്ടിപ്പെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് സമരം കൊണ്ടുവന്നത്. ഒരിക്കലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് 2015 അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുന്നു. അന്ന് തീരുമാനിച്ചിരുന്നത് 2019 ആദ്യ സ്റ്റേജ് പൂർത്തിയാക്കണമെന്നാണ്. പക്ഷേ അത് ഈ ഗവൺമെൻറ് അപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു. ആ ഭരണം നഷ്ടപ്പെട്ടത് തന്നെ നമുക്കറിയാം. പിന്നെ ഉമ്മൻചാണ്ടിയെ തെറിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കള്ളക്കളികൾ, എന്തെല്ലാം കള്ളക്കഥകൾ മെനഞ്ഞു അന്ന്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ വന്ന കോൺഗ്രസ്സിലെ ചിലരും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ കള്ളക്കഥകൾ മെനഞ്ഞാണ് നിരപരാധിയായിരുന്ന മുഖ്യമന്ത്രിയെ കൂടി സ്ത്രീ വിഷയത്തിലൊക്കെ ഉൾപ്പെടുത്തി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചത്. എനിവേ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ LDF ഗവൺമെൻറ് വന്നു. ആ പ്രോജക്റ്റ് അവർ ഏറ്റെടുത്തു. ആ ഏറ്റെടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അദാനി നേരിട്ട് വന്ന് കണ്ടതും കാണേണ്ടവരെ കണ്ടതും അങ്ങനെ തീരുമാനം എടുത്തതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട്. എനിഹാവ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് 2019 പൂർത്തിയായില്ല, 2025 പൂർത്തിയായി എന്നത് നല്ലത് തന്നെ. പക്ഷേ ഇപ്പോഴും പൂർത്തിയായി എന്ന് ഞാൻ പറയുന്നില്ല.
കാരണം ഞാൻ ആ മുതലപ്പൊഴി മുതൽ അടിമലത്തുറ വരെ ഞാനും വേറെ 3 ഷിപ്പ് എക്സ്പേർട്സും മറ്റ് സാമ്പത്തിക വിദഗ്ധരും കൂടി ഞങ്ങളെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയിൽ ഞങ്ങളുണ്ടായിരുന്നു. നടന്ന് ഞങ്ങൾ പോയതാണ് ആ കടൽ തീരം മുഴുവൻ നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പണിയുന്ന ആ വീട് പോലും ഒലിച്ചു പോയി. കള്ളുകുടിയന്മാരായിട്ടും അങ്ങനെ വെച്ചാൽ തൊഴിലില്ല. പിന്നെ അവരെന്ത് ചെയ്യും? വേറെ തൊഴിൽ അവർക്ക് അറിഞ്ഞുകൂടാ. തൊഴിലിനുള്ള സാധ്യതയും അവിടെ ഒന്നുമില്ല. അതേസമയത്ത് മിസ്റ്റർ ലിയോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ പറയപ്പെട്ട റെയിൽ സിസ്റ്റവും റോഡ് സിസ്റ്റവും ഒക്കെ നന്നായി ഒരു ഒരു എൻവയൺമെൻറ്റ് വന്നിരുന്നെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി അതാണല്ലോ വിഭാവന ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി ഉദയം ചെയ്തിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ജോലി കിട്ടത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനും ഞങ്ങളന്ന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗർഭസ്ഥ ശിശുവിന് പോലും 1 കോടി രൂപ കൊടുക്കണം, റീഹാബിലിറ്റേഷൻ ചാർജായിട്ട് കൊടുക്കണം എന്ന രീതിയിൽ ഒരു റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ ഇവർ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. എനിഹാവ് അത് ഞങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് അത് ആഗോള തലത്തിൽ ഇങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻസിന് കൊടുക്കുന്നത് ഒക്കെ നോക്കി പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കൊടുത്തത്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. മദർഷിപ്പുകൾ ഇഷ്ടം പോലെ വരുന്നു, വരുമാനം ഉണ്ടാകുന്നു. അത് കേന്ദ്രത്തിന് വരുമാനമായിട്ട് കിട്ടുന്നു, സംസ്ഥാനത്തിന് കിട്ടുന്നു. പക്ഷേ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തിയാകാത്തത് കാരണം കൊണ്ട് അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ കിട്ടാമായിരുന്ന ഇവിടുത്തെ ജനതയ്ക്ക്, തിരുവനന്തപുരം നിവാസികൾക്ക്, എന്തിനാ ഈ പേട്ട മേഖലയിലുള്ളവർക്ക് പോലും കിട്ടുമായിരുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ തൂത്തുക്കുടി പോലെയുള്ള മേഖല വലിച്ചുകൊണ്ട് പോകും നമുക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും അവിടെയും കണ്ണൈവൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ മാധ്യമങ്ങൾക്ക് പക്ഷേ ഒരുപാട് പ്രഷറൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നടന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ കുറച്ചൊക്കെ ഏത് കള്ള രാഷ്ട്രീയക്കാരനും പത്തി താത്തും. അല്ല, ഇതിപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വിഴിഞ്ഞം പോലൊരു വലിയൊരു സാധ്യതയുള്ള പോർട്ട്, ആ പോർട്ടിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമാണ് നടക്കുന്നത്. ചരക്ക് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ഇവിടെ ഇറക്കി സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം വേണം, അവിടെ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം വേണം. ഇപ്പോൾ വിഴിഞ്ഞം ഒരു ഒറ്റപ്പെട്ട തുരുത്ത് പോലെയാണ് കിടക്കുന്നത്. കാരണം അവിടേക്ക് വലിയ ട്രെയിലറുകൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന റോഡ് സംവിധാനമില്ല. ചെറിയ റോഡാണ്, നമുക്കറിയാം, ഹൈവേയിൽ നിന്നും കുറച്ച് അകലെയാണ്. അപ്പോൾ ആ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കി ആണ് എങ്കിൽ നമുക്ക് കേരളത്തിന് വരുമാനം കൂടും, അല്ലേ മാഡം? അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കേരളത്തിൽ തൊഴിൽ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ ഖജനാവിലേക്ക് പണം എത്താനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ മിസ്റ്റർ ലിയോ പറഞ്ഞതൊക്കെ. അപ്പോൾ അത് എനിക്ക് തോന്നുകയാണ് സെൻസിബിളായിട്ട്, അതായത് ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മ കരുതി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, മിസ്റ്റർ വി ഡി സതീശൻ അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഇവിടുത്തെ ജനങ്ങളെല്ലാം അത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള വരുമാന സമാഹരണത്തിന് കേരളത്തിൽ ഇപ്പോഴും സാധ്യതകൾ ഉണ്ടില്ലയോ? അത് ഞാൻ അതിലേക്ക് പോകുന്നതിന് ഒന്നുകൂടി, അതായത് എല്ലാവരും പറയുന്നു വിഴിഞ്ഞം വലിയ പ്രോജക്റ്റാണ്, വലിയ നിധിയാണ് എന്ന്. പക്ഷേ ആർക്കും അറിയില്ല ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്ന്. എല്ലാവർക്കും എനിക്കൊന്നുമില്ല അറിയുന്നതെന്ന്. ഈ മാരിടൈം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആ സാങ്കേതിക വിദഗ്ധർ, ആ മേഖലയുമായി പ്രവർത്തിക്കുന്നവർ വന്ന് അവരുടേതായിട്ടുള്ള ഭാഷയിൽ, സാങ്കേതിക ഭാഷയിൽ പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും അതിൻ്റെ സാധ്യതകൾ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ കാരണം ലോകത്തിൻ്റെ 90% കൂടുതലുള്ള ചരക്ക് നീക്കം നടക്കുന്നത് കടലിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ വലിയ സാധ്യതയാണ് നമ്മുടെ വിഴിഞ്ഞത്ത് വരുന്നത്. അപ്പോൾ അതിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയുമായി ജോലി ലഭിക്കുന്ന, വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ലഭിക്കുന്ന ഒരു സംവിധാനമാണ് വരുന്നത്. അതിനെല്ലാം ചാനലൈസ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി വി ഡി സതീശൻ ഗവൺമെൻറ് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം ഒന്നാമത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്, അതായത് കരുണാകരൻ തൊട്ടുള്ള മഹാരഥന്മാരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. അവരുടെയൊക്കെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് അവസാനം ഇത് 2015 ഇതിൻ്റെ കല്ലിടൽ കർമ്മം നടക്കുന്നത്. അതിനുശേഷം പിന്നെ അത് ഒരു ട്രഷർ ഹണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ അതിൽ അവസാനം അദാനിയൊക്കെ ചെന്ന് കണ്ട് എല്ലാം തീരുമാനം എടുത്ത് പണിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചില ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഒരു പക്ഷേ നടന്നേക്കാം. അതായത്
അദാനിക്കാണ് ഇപ്പോൾ ഈ അടുത്ത അതായത് 2040 വരെ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ബെനിഫിഷ്യറി അദാനിയാണ്. അദാനിയാണ്. അതിലൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം വരത്തക്ക രീതിയിൽ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ വല്ലതും നടക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്കും കേരളത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ തന്നെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ പറയപ്പെട്ട നമ്മൾ പറഞ്ഞ റെയിൽ സിസ്റ്റം കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഇവിടെ തൊഴിൽ, അതായത് ഇവിടെ അപ്പോഴേക്കും ക്രൂ ചേഞ്ചും ഒക്കെ ഇവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് പേര് ഇവിടെ വരും. ഇതൊരു വീണ്ടും ഒരു ടൂറിസ്റ്റ്, ഇപ്പോഴേ ടൂറിസ്റ്റ് ഹബ്ബാണ്, അതിനേക്കാൾ വ്യത്യസ്തമായ വലിയ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ടൊക്കെ അങ്ങനെ ആകുമ്പോഴത്തേനും ഈ പറയപ്പെട്ട ഒരു ഉണ്ടല്ലോ ഒരു ടൂറിസ്റ്റ് ഇക്കോണമി തന്നെ ഇവിടെ വളർന്നു വരും. അങ്ങനെ പരിസ്ഥിതിക്ക് ഇണങ്ങിയ ഒരു ഇക്കോണമി. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ 5 വർഷം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മന്ത്രിമാരെല്ലാം ഇപ്പോൾ അധികം മന്ത്രിമാർ യങ്സ്റ്റേഴ്സാണ്. അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അവർ ഈ എന്താണ് പറയുക, ഈ എന്താണ് കൈയിട്ട് വാരലിൻ്റെ ആ തന്ത്രത്തിലേക്ക് അത്ര ഇറങ്ങി കാണത്തില്ല കേട്ടോ. ആ പരിചയം കുറവുണ്ട്. ഇനി അവർ പഠിച്ചു വരണം, ധൂർത്തും ഈ അഴിമതിയൊക്കെ. അപ്പോൾ അത്ര അഴിമതിക്കാർ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരാരും തന്നെ അഴിമതിക്കാരല്ല. ചിലർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് പേരും പുതുതായിട്ട് വന്നിരിക്കുന്ന മന്ത്രിമാർ ആരും അഴിമതിക്കാരല്ല. അപ്പോൾ അങ്ങനെ അഴിമതിക്കാരല്ലാത്ത മന്ത്രിമാരും ഒക്കെ ഉള്ളത് കൊണ്ട് പൊതുവെ നല്ല ഭരണമായിരിക്കും. പിന്നെ വി.ഡി. സതീശൻ ആദ്യമായിട്ട് മന്ത്രിയാവുകയാണ്, ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാവുകയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ജനങ്ങളുടെ സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകും. അതുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകളുടെ കമ്മീഷനിങ് ഒക്കെ എത്രയും നേരത്തെ പൂർത്തിയാകാനുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററും ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫിനാൻസ് രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ വളരെ കൃത്യതയോടുകൂടി അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. വളരെ കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കരുക്കൾ നീക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. എന്താണ് ഞാൻ അതിനുവേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് എന്ന് വെച്ചാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കെ മറ്റു മന്ത്രിമാരും കൂടുതൽ ചലനശേഷിയുള്ളവരാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും വിഴിഞ്ഞം പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ ഇവിടെ തൊഴിലും വരുമാനവും വരത്തക്ക രീതിയിൽ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നേറും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. മറ്റു മേഖലകൾ ഉണ്ട്. നമുക്ക് വിഴിഞ്ഞം പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് നേരിട്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്കതാണല്ലോ കുറവ്, വരുമാനമാണ് കുറവ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് കുറവ്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്ന ഏതൊക്കെ മേഖലകളുണ്ട്? ഈ ബജറ്റിൽ തന്നെ പറയുന്നുണ്ട് 5 ലക്ഷം രൂപ വരെ സംരംഭക വായ്പകൾ പലിശരഹിതമായിട്ട് കൊടുക്കുമെന്ന് യുവ സംരംഭകർക്ക്. അപ്പോൾ ഈ യുവ സംരംഭകരുടെ വായ്പ കിട്ടിയാൽ എങ്ങനെ കേരളത്തിന് കുതിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കുടുംബശ്രീ. ഈ കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളെ പറ്റി കേന്ദ്ര ശാസ്ത്ര സാഹിത്യ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. 5 ജില്ലകളിൽ പോയി അവരുടെ മൈക്രോ സംരംഭങ്ങൾ നേരിട്ട് കണ്ട് 110 മൈക്രോ സംരംഭങ്ങൾ ഓരോ ജില്ലയിലും നേരിട്ട് കണ്ട് എങ്ങനെ അത് തുടങ്ങി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പഠിച്ച കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതായത് ആ സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്, വെറും സാധാരണക്കാരായ സ്ത്രീകൾ, ഞങ്ങളുടെ മക്കൾ ഉപ്പും കഞ്ഞിയും കുടിച്ച് സ്കൂളിൽ പോയിരുന്നവർ ഇപ്പം അസലായിട്ട് 2-3 കറികൾ കൂട്ടി ആഹാരം കഴിച്ച് നല്ല വസ്ത്രമണിഞ്ഞ് നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങളുടെ തന്നെ ആ ഒരു സാമ്പത്തിക നിലവാരവും സ്റ്റേറ്റസും ഒക്കെ അതായത് മെച്ചപ്പെട്ടു എന്ന രീതിയിൽ അങ്ങനെ പറയുന്ന സ്ത്രീകൾ, അത് 10ാം ക്ലാസ്സും ഒക്കെ മാത്രം വിദ്യാഭ്യാസമുള്ളവരല്ലാണ്ട് അവരെല്ലാവരും ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സോ ഒന്നുമല്ല. അത്തരക്കാർക്ക് കൊണ്ടുവരാവുന്ന, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ആ ക്രോപ്പിംഗ് പാറ്റേൺ ശ്രമിക്കണം. വൈവിധ്യമാർന്ന ക്രോപ്പിംഗ് പാറ്റേണാണ്. ചക്കയിൽ നിന്ന് ജാക്ക് റവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പരിസ്ഥിതിവാദി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, എൻ്റെ കയ്യിലതുണ്ട്. അതൊന്നെടുത്ത് നോക്കണം. ചക്ക കൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോക വിപണി കീഴടക്കാം. ഒക്കെ പോട്ടെ, ഒരു കുടുംബശ്രീയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയി കണ്ട ഒരു കുടുംബശ്രീ 7000 കുടുംബശ്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു മൈക്രോ എൻ്റർപ്രൈസ് ഉണ്ട്, സുഭിക്ഷ. ഇത് പേരാമ്പ്ര. അതിനകത്ത് അവർ തെങ്ങിൽ നിന്ന് തന്നെ 42 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ ഉൽപ്പന്നം
വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഓക്കെ. എന്താണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകത? അത് അൾഷിമേഴ്സ് തടയും. അത് പേറ്റൻറ്റ് കിട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫാക്റ്റാണ് അൾഷിമേഴ്സ് തടയും എന്നുള്ളത്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കേരളം കേരം തിങ്ങും കേരള നാടാണ്. ഇവിടെ ഈ സംരംഭകർക്ക് ഈ 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ യുവ സംരംഭകർ ആണാകട്ടെ പെണ്ണാകട്ടെ ഇത്തരം വ്യവസായങ്ങൾ അങ്ങ് തുടങ്ങിയ എല്ലാവരും വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് പേരുണ്ടാക്കിയാലും ലോക വിപണി കിടക്കുകയാണ്. അൾഷിമേഴ്സിൻ്റെ പ്രത്യേകത ഓർക്കണം. 60 കഴിഞ്ഞ പോപ്പുലേഷനാണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അധികം ഉള്ളത്. കേരളവും 60 കഴിഞ്ഞ ഒരു പോപ്പുലേഷൻ്റെ നാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് അൾഷിമേഴ്സിൻ്റെ സിദ്ധാൌഷധമാണ് എന്ന ഒറ്റ കാരണം മതി ഇതിന് ലോക വിപണി മുഴുവനും കീഴടക്കാൻ പറ്റാൻ. പിന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ പാൽപ്പൊടി, തേങ്ങാപ്പാല്, അങ്ങനെ 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 പോകുന്നു. 41ാമത്തെ ഉൽപ്പന്നം ചൂലാണ്. അത് AAPയുടെ ആയുധമാണെന്നും കൂടെ സിഗ്നലാണെന്നും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ സാധ്യതകൾ, അത് ഈ തെങ്ങിൻ്റെ പറഞ്ഞു, അതുപോലെ ചക്കയുടെ എടുക്കുകയാണെങ്കിൽ, അതുപോലെ എന്തെല്ലാം നോക്കിയാലും അത് നമുക്കറിയാമോ, കോവിഡ് കാലത്ത് യൂറോപ്യൻസൊക്കെ നമ്മുടെ ഇഞ്ചിപ്പൊടി, ഇഞ്ചി സത്ത്, മഞ്ഞൾപ്പൊടിയുടെ സത്ത്, ഇതൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു എന്താ പറയുക, ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കേരളം ഈ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേണിൻ്റെ നാടായതുകൊണ്ട് തന്നെ മനസ്സുണ്ടോ മാർഗവുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് ക്യാമ്പസുകളിൽ മിസ്റ്റർ രാജീവ് പറഞ്ഞിരുന്നു, ഒരു ക്യാമ്പസിൽ ഒരു സംരംഭക എക്കോസിസ്റ്റം കൊണ്ടുവരുമെന്ന്. അങ്ങനെ കൊണ്ടുവരണമായിരുന്നു. ക്യാമ്പസുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആകട്ടെ, വെറുതെ തിയറി മാത്രം പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല. അതിന് വീട്ടിലിരുന്ന് വായിച്ചാലും മതി. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സംരംഭക എക്കോസിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്നവരെല്ലാവരും ആ സംരംഭത്തിൽ തന്നെ ജീവിച്ചു പോകണമെന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഒരു ബിർളയോ, ഒരു ടാറ്റായോ, ഒരു അദാനിയോ, ഒരു അംബാനിയോ ഒക്കെ ഉണ്ടായാലോ അവരിഷ്ടം പോലെ തൊഴിൽ കൊടുക്കില്ലേ? അങ്ങനെയാണ് നമുക്ക് ലോക വിപണി കീഴടക്കാൻ പറ്റുക. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ ഇതിനൊക്കെ വലിയ പ്രതിഷേധം വരണത് ക്യാമ്പസിൽ നിന്നായിരിക്കും കേട്ടോ. കാരണം അധ്യാപകരാരും അങ്ങനെ അധ്വാനിക്കാൻ ഇഷ്ടമുള്ളവരല്ല. അവരെന്തെങ്കിലും ചെയ്ത് പോക്കറ്റ് നിറച്ച് പൈസ മേടിച്ചുകൊണ്ട് ലക്ഷങ്ങൾ മേടിച്ച് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ ഓഫ് ടൈമിൽ, അതായത് ക്യാമ്പസിൽ തിയറി ക്ലാസ് ഇല്ലാത്ത സമയത്ത് ക്യാമ്പസിൽ സംരംഭകങ്ങൾക്ക് സഹായിക്കാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കർശന നടപടിയെടുക്കണം. അതൊക്കെ നടന്നേ പറ്റുള്ളൂ. ഒരു ക്യാമ്പസ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംരംഭക മികവ് വളർത്തിയെടുക്കണം എന്ന ആ തരത്തിൽ കർശന നടപടി എടുത്തിരുന്നുവെങ്കിലും മിസ്റ്റർ രാജീവിൻ്റെ കാലത്ത് തന്നെ ഈ LDFന് ഈ പഴി കേൾക്കാതെ തന്നെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഈ ബ്രെയിൻ ഡ്രെയിൻ അതുകൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. ഈ അടുത്ത ദിവസം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 26 ഡിസംബറിൽ തന്നെ നിതി ആയോഗിൻ്റെ ഒരു പഠന റിപ്പോർട്ട്, അതായത് മത്സര സജ്ജത, സജ്ജത നോക്കുന്നതിൻ്റെ അകത്ത് കേരളത്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 24.3 മാർക്ക്. 15ാമത്തെ സ്ഥാനമാണ് 28 സംസ്ഥാനങ്ങളിൽ. അത്ര താഴേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ, ഇവിടെയുള്ള വ്യവസായ, പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാം സ്ഥാനത്തൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇവർ ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കാര്യത്തിലൊക്കെ 23.4 മാർക്ക് മേടിച്ച് 15ാം സ്ഥാനത്ത് കേരളം കിടക്കുന്നത്. നിതി ആയോഗിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കി ഇപ്പോഴും നമുക്കത് കാണാം, മത്സര സജ്ജത റാങ്കിങ് അതിൽ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന്, പഠിച്ചവരൊക്കെ ബ്രെയിൻ ഡ്രെയിൻ, അതായത് പുറത്തേക്ക് പോകുന്നു, പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ പുറത്തേക്ക് പോകുന്നു. പിന്നെ ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ഇവിടെ വ്യവസായങ്ങൾ വരുന്നില്ല, നോക്കുകൂലി ഏറ്റവും നല്ല ഇങ്ങനെയൊക്കെ നോക്കുകൂലിക്കെതിരെയുള്ള അതായത് കോർട്ട് റൂളിംഗ് നിൽക്കുകയാണ്. പല പ്രാവശ്യം കോടതി തന്നെ ഇടപെട്ട്, ഉദാഹരണം കോവിഡ് കാലത്ത് ISROയിലേക്ക് കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് ഇറക്കാൻ വേണ്ടി നോക്കുകൂലി ചോദിച്ചു വിവാദമായത്. അന്ന് എനിക്ക് തോന്നുന്നു ദേവൻ രാമചന്ദ്രനാണെന്ന് ജസ്റ്റിസ്, അദ്ദേഹം പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, നിയമം ആരും കയ്യിലെടുക്കരുത്. അപ്പോൾ ഇത് തന്നെ മറ്റേ കോട്ടയത്തെ തിരുവാർപ്പിൽ ബസ്സിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അപ്പോഴും ഇതുപോലൊരു റൂളിംഗ് കോടതി നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ അതും നമ്മൾ ഓർക്കേണ്ടത്, ഇവിടുത്തെ തൊഴിലാളികൾക്ക് കേരളത്തിലെ അല്ല ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട കൂലി കിട്ടുന്ന നാടാണ് കേരളം. ഇന്ത്യയിൽ ഒരിടത്തുമില്ല 1250 രൂപ ഒരു ദിവസം കൂലി കിട്ടുക. അതുകൊണ്ടല്ലേ ബംഗാളിലെ അടുപ്പ് പുകയുന്ന ഇപ്പോൾ കേരളത്തിലെ
ഈ കൂലി മേടിച്ചുകൊണ്ട് പോയിട്ടാണ്. 34 വർഷം LDF ഭരിച്ച് കേരളത്തെ ആ പരുവത്തിലാക്കിയിട്ട് ഇപ്പോൾ കേരളം ബംഗാൾ ജീവിക്കുന്നത് കേരളത്തിൽ ജോലി ചെയ്തിട്ടാണ്. അപ്പോൾ അത്ര നല്ല അത് ഗൾഫിൽ പോകുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമാണ് കേരളത്തിലേക്ക് വരുന്നത്. അതുപോലെ ബീഹാറികൾ ഇവിടേക്ക് വരുന്നു, ആസാമികൾ ഇവിടേക്ക് വരുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ നല്ല കൂലി. ഇത്ര നല്ല കൂലി ഉള്ളിടത്താണ് നോക്കുകൂലി ചോദിക്കണമെന്ന് ഓർക്കണം. അവിടെയാണ്. അപ്പോൾ മാർക്സ് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാം? മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലിൻ്റെയും ഒക്കെ എല്ലാ കോപ്പി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതൊന്നും വായിക്കാതെ അല്ല പറയുന്നത്. അതെന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാം? റീസ്കിൽ യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്ന് ടെക്നോളജിയുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നാവും വരും കാലം. ഇപ്പോൾ നമ്മളത് അറിയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാലത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? തൊഴിലാളികൾ ഔട്ട്ഡേറ്റഡ് ആകും പെട്ടെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യണം? റീസ്കിൽ യുവർ സെൽഫ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. ആ മാർക്സ് ഈ നോക്കുകൂലി ചോദിക്കുന്നവരെ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 ക്യാമ്പസ് എക്കോ സിസ്റ്റം കേരളത്തിലുണ്ടായാൽ കേരളം ഒരു എന്താണ് പറയുക, ഈസ് ഓഫ് ഡൂയിങ് വ്യവസായ സൗഹൃദ നാടായി വരും. ഇവിടുത്തെ ക്രോപ്സ് തന്നെ ഇവിടെ മത്സര സജ്ജമാക്കി ലോക വിപണി കീഴടക്കാൻ പറ്റും. അതിന് കുടുംബശ്രീയെ നോക്കി പഠിച്ചാൽ മതി. കുടുംബശ്രീക്കാർ തന്നെ വന്ന് ക്ലാസ് എടുക്കും, നല്ല മിടുക്കരുണ്ട് അതിനകത്ത്. ക്യാമ്പസുകളിലേക്ക് അവരെ വിളിച്ചാൽ മതി. ഇതൊക്കെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ ഈ കേരളത്തിലെ 5 ജില്ലകളിൽ പോയി 550ഓളം കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് സർവേ ചെയ്തതാണ്. ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലെത്തിയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അദ്ദേഹം കേരളത്തിൽ ആദ്യം വന്നപ്പോൾ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞു ഇവിടുത്തെ പോലത്തെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഇന്ത്യയിൽ മുഴുവൻ കൊണ്ടുവരണമെന്ന്. അങ്ങനെ അദ്ദേഹം UP-യിലും പല സംസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ, അതായത് BJP-യുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട കുടുംബശ്രീ ടൈപ്പ് മൈക്രോ എൻ്റർപ്രൈസസ് എത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അത് പ്രചാരത്തിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് തനതായ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഗ്ലോബൽ വിപണിയിലേക്ക്, ആഗോള വിപണിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനെ എനിക്ക് തോന്നുന്നു കുറേ കൂടി സപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. മറ്റൊന്ന്, നമ്മൾ വറുതിയുടെ കാലത്ത് ചെലവ് ചുരുക്കണം. ജനങ്ങളോട് പറയുമ്പോൾ സർക്കാരും അത് പാലിക്കേണ്ടതുണ്ട്. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം മുഖ്യമന്ത്രി കുറച്ചു. പക്ഷേ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറച്ചത് കൊണ്ട് മാത്രം ചെലവ് ചുരുങ്ങുമോ? മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ അവർ നിയന്ത്രണം പാലിക്കണം? അതായത് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറച്ചു, 3 എണ്ണേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിക്ക്, അതായത് 10-30 വാഹനങ്ങൾ പോയിരുന്ന സ്ഥാനത്താണ് 3-ലേക്ക് അത് ചുരുങ്ങുന്നത്. അതുമാത്രവുമല്ല, അടിക്കടി പുതിയ വാഹനങ്ങൾ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ വൈസ് ചെയർമാൻഷിപ്പിലേക്ക് ഒരു കണ്ണൂർക്കാരൻ, പേര് ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല, അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ വെറും 3 വർഷം പഴക്കമുള്ള വാഹനം മാറ്റിയിട്ടാണ് പുതിയ വാഹനം 35 ലക്ഷം കൊടുത്തു. ഈ വറുതിയുള്ള കാലത്താണെന്ന് ഓർക്കണം. 2021 നമ്മൾ കോവിഡ് കഴിഞ്ഞ് വലിയ വറുതിയോടുകൂടി കയറി വരുന്ന കാലത്താണ് അന്ന് അങ്ങനെ 35 ലക്ഷം രൂപ കൊടുത്ത് ഒരു പുതിയ കാർ വാങ്ങിച്ചത്. 2022 മറ്റാണ്. 2022 കൊണ്ടുവന്ന സ്ക്രാപ്പേജ് പോളിസി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, ആ സ്ക്രാപ്പേജ് പോളിസി അനുസരിച്ച് എങ്ങനെയാണെന്നറിയാമോ? 20 വർഷം വരെ പേഴ്സണൽ വെഹിക്കിൾസ് നിർലോഭം ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ സ്ക്രാപ്പേജ് ആണോ, അതായത് അത് അപകടകരമാണോ പാരിസ്ഥിതികമായിട്ടെന്നറിയാൻ വേണ്ടി രജിസ്ട്രേഷൻ വിങ്ങിനെ അപ്രോച്ച് ചെയ്ത് നോക്കി പക്കായാണെങ്കിൽ അതായത് വണ്ടി പെർഫെക്റ്റ് ആണ്, പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് രജിസ്ട്രേഷൻ ചാർജ് കൊടുത്ത് വീണ്ടും കുറച്ച് വർഷങ്ങൾക്കും കൂടി അത് ഓടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് 3 വർഷമായ വണ്ടി മാറ്റി വെച്ചിട്ട്, സ്ക്രാപ്പേജിൻ്റെ കാലം ആയതുകൊണ്ടല്ല പുതിയ വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ലിയോയുടെ ക്വസ്റ്റ്യൻ വളരെ പെർഫെക്റ്റാണ്. ആ തരത്തിലല്ല കാര്യങ്ങൾ കാണേണ്ടത്. ചെലവ് ചുരുക്കുക എന്ന് വെച്ചാൽ കൃത്യതയോടുകൂടി ചെലവ് ചുരുക്കണം. ഈ പറഞ്ഞ കണക്ക് സ്ക്രാപ്പേജിൻ്റെ സമയം വരെ വണ്ടി ഓടിച്ചോണം, നമുക്ക് നിർബന്ധമില്ല, മറ്റ് ഏതെങ്കിലും വകുപ്പുകൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അതായത് കൃത്യതയോടുകൂടി, അതായത് കൃത്യമായിട്ട് എൻ്റെ ഖജനാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഖജനാവിനെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ, ഈ നാടിനെ മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുറുക്കി ഉടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് അത് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമ്പോൾ സഹമന്ത്രിമാർക്കും ഉണ്ടാകണം. സഹമന്ത്രിമാർക്കും എല്ലാം ഉണ്ടാകുമ്പോൾ തലപ്പത്തിരിക്കുന്ന IAS ഉണ്ടാകണം. അത് നമുക്കറിയാം, ഒരു ടീ കേസ് വന്നല്ലോ ഇടയ്ക്ക്,
അതായത് ചായ കുടിക്കാൻ വേണ്ടി 40 ലക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പല IAS-കാരും തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കേട്ടു. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പൊങ്ങി വന്നിരിക്കുന്ന ഒരു പ്രത്യേക ടേമുണ്ട്, ലാറ്റെ ഫാക്ടർ എന്ന് പറയും. അത് ലാറ്റെ ഫാക്ടർ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ തന്നെ നന്നായിട്ട് വായിക്കുന്നവരെ അത് കണ്ടിരിക്കാൻ. എന്താണ് ഈ ലാറ്റെ ഫാക്ടർ എന്ന് പറയുന്നത്? ഒരു കപ്പ് ചായയിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. സാരമില്ല, ഒരു കപ്പ് ചായയല്ലേ എന്ന് വിചാരിച്ച് പിന്നെ കൂട്ടുകാർ കൂടി ഒരു കപ്പ് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെഗ്ഗിലായിരിക്കും തുടങ്ങുന്നത്. അത് പിന്നെ കൂടുതലായി കൂടുതൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് പെഗ് അടിക്കുന്ന സ്വഭാവം വന്നു. അങ്ങനെ ചെലവ് വർദ്ധിച്ചു പോകുന്നതിനാണ് ലാറ്റെ ഫാക്ടർ. ഒരു സംസ്ഥാനത്ത് ആ ലാറ്റെ ഫാക്ടർ വരാൻ പാടില്ല. അതായത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് പണം എടുത്ത IAS-കാരാണെങ്കിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്ക് വേണ്ടി ചായ വരുത്തി കൊടുക്കുന്നത് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഞാൻ അവിടുത്തെ ഒരു ഓഫീസറായിരിക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് ഗവൺമെൻറ് ശമ്പളം തരുന്നുണ്ട് നീതിയുക്തമായ രീതിയിൽ. ആ ശമ്പളം എടുത്ത് ചായ കുടിക്കുന്നതിന് പകരം ഇതുപോലെ ഖജനാവിലെ പൈസ എടുത്ത് 40 ലക്ഷം ഒരു മാസം ചിലവഴിക്കുന്നു, ഒരു വർഷം ചിലവഴിക്കുന്നു. അതൊക്കെ തെറ്റാണ്. അത് നമുക്കറിയാം, പല തുള്ളി പെരുവെള്ളം. ആ കോൺസെപ്റ്റ് അവരവിടെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു വിഷയമുണ്ട് മാഡം. അത് എനിക്കറിയില്ല, എൻ്റെ ബുദ്ധി അത്രമാത്രമേ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ടാണോ ഞാനത് ചോദിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം അത് വീണ്ടും ഒരു പുനരാലോചന വേണ്ട ഒരു വിഷയം. തീർച്ചയായിട്ടും മിസ്റ്റർ ലിയോ. അതായത് അതായത് ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേഴ്സണൽ സ്റ്റാഫാണ് മാക്സിമം ഉള്ളത്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക്. അപ്പോൾ പിന്നെ ഒരു സംസ്ഥാന മന്ത്രിക്ക് എന്തിനാണ് 30 മുതൽ പേഴ്സണൽ സ്റ്റാഫ്? എനിക്ക് തോന്നുന്നു ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 20 ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് ഐ എം നോട്ട് വെരി ഷുവർ കേട്ടോ. എന്തായാലും അങ്ങനെയാണ് എനിക്കൊരു ധാരണ. എന്തായാലും 15-നും 20-നും ഇടയ്ക്ക് നിർത്തണമെന്നാണ് നമ്മൾ പറയേണ്ടത്, നമ്മൾ സമൂഹം ആവശ്യപ്പെടേണ്ടത്. കാരണം ഖജനാവ് കാലിയായതിന് ഇവരെല്ലാവരും തന്നെ ഉത്തരവാദികളാണ്. ഇതുപോലെ കർശന യാതൊരു നീതിയുക്തിയും ഇല്ലാതെ തന്നെ ചെലവഴിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ. അപ്പോൾ 15 മുതൽ 20 വരെ എന്ന് വയ്ക്കുന്നതിൽ വലിയ അപകടം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ നിർത്തണം ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം. അതാ 30 വരെ 33 ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ നമ്മുടെ ഇപ്പോൾ പിണറായി വിജയന്. അപ്പോൾ ഈ ആനുകൂല്യം മാത്രമല്ല മാഡം, ഇത് കഴിഞ്ഞാൽ 2 വർഷം ഒരു ദിവസവും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷനാണ് ആജീവനാന്തം. അത് തന്നെ ആജീവനാന്ത പെൻഷനാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തണമെന്ന് നമ്മൾ പറയണ്ട, പോട്ടെ. കാരണം ഞാൻ അങ്ങനെ ഒരിക്കൽ ചാനലിലിരുന്ന് സംസാരിച്ച് പണ്ട് UDF ഗവൺമെൻറ് ഇറങ്ങിയതിന് ശേഷം ഒരു UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, എനിക്കറിയാമായിരുന്നു അദ്ദേഹത്തെ. ചാനൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് എന്നെ വിളിച്ച് എന്തോ ഒരു പരിഭവമായിരുന്നു, അറിയാമോ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്, ഞങ്ങളോടൊന്നും ഒരു സപ്പോർട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ, ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയാറുണ്ടല്ലോ, ശമ്പള പരിഷ്കരണം 10 വർഷം ആക്കണം. അത് എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ 5 വർഷത്തിൽ ശമ്പള പരിഷ്കരണം വേണമെന്നല്ലേ ബഹളം വെക്കേണ്ടത്? ശമ്പള പരിഷ്കരണം മറ്റൊരു വിഷയമാണ്, വലിയൊരു വിഷയമാണ്. കാരണം നമ്മുടെ നാടിൻ്റെ ചെലവിൻ്റെ വലിയൊരു ഭാഗം പോകുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനൊക്കെയാണ്, അല്ലേ? അതെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. ഗവൺമെൻറ് വിചാരിച്ചാൽ എന്താ നിയന്ത്രണം? കാരണം ഈ ഗവൺമെൻറ് സർവൻസിനെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഗവൺമെൻറ് എന്തിനാണ് വരുന്നത്? ജനക്ഷേമകരമായ പ്രവർത്തനം നടത്താനാണ് ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നത്. ആ ഗവൺമെൻറ് ജനക്ഷേമകരമായി ഉള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു വലിയ ഓഫീസ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഈ ഓഫീസുകാരുടെ, അതായത് ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ഗവൺമെൻറ് സർവൻസിൻ്റെ ക്ഷേമം, അവരുടെ ക്ഷേമം നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. ആ ക്ഷേമം നോക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഉത്തരവാദിത്വം ജനക്ഷേമം ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ജനക്ഷേമത്തിന് പ്രശ്നം ഉണ്ടാകത്തക്ക രീതിയിൽ ഈ കിട്ടുന്നത് വരുമാനമായിട്ട്, അതും ജനങ്ങളുടെ അടുത്ത് നിന്നാണ് ഈ വരുമാനം വരുന്നത്. നികുതി വരുമാനമാകട്ടെ, നികുതിയേതര വരുമാനമാകട്ടെ, ഡെവല്യൂഷൻ ഫ്രം ദ സെൻറ്റർ, അതാണല്ലോ നമുക്ക് വരുമാന മാർഗ്ഗങ്ങൾ. കേന്ദ്രവിഹിതം എന്ന് പറയുന്നത് തന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് കേന്ദ്രം എന്തോ നമുക്ക് സഹായം ഇറക്കി തരിക എന്ന്. അല്ല, കേന്ദ്രം ഇൻകം ടാക്സ് മുഴുവനും, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്,
കസ്റ്റംസ്, ഈ 4 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ കേന്ദ്രമാണ് പൂൾ ചെയ്യുന്നത്. അതാണ് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ ഓവർ ആൻഡ് അബവ് ഇത് 4മാണ് പ്രധാനമായിട്ടും ഈ ഡെവല്യൂഷൻ വഴി സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് എന്തോന്ന് ഒരു ദാനം തരുന്നു എന്ന് ഒരു ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 4 മാർഗത്തിലൂടെ സംഭരിക്കുന്ന പണം, ഇത് കൂടാതെ സെസ് വഴിയും സർചാർജ് വഴിയും, അത് 2 ടാക്സ് ഓൺ ടാക്സ് ആണ് സെസ്സും സർചാർജും. കേന്ദ്ര ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ അത് രണ്ടും ചാർജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുവഴിയും ഗവൺമെൻറ് ഇഷ്ടം പോലെ അത് എത്ര കൂടുതൽ പിരിക്കുന്നോ സെസ്സും സർചാർജും അത്ര കണ്ട് സംസ്ഥാനങ്ങൾക്ക് സെസ്സും സർചാർജും നികുതിയും പിരിക്കാനുള്ള സാധ്യത കുറയും. കാരണം എല്ലാം ജനങ്ങളുടെ തലയിലേക്കല്ലേ, ഒരേ ജനങ്ങളുടെ തലയിലേക്കല്ലേ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് അർഹതയുള്ളതാണ് ഈ സെൻട്രൽ പൂളിൽ നിന്ന് കിട്ടേണ്ട ഡെവല്യൂഷൻ. അത് പിന്നെ തരുന്നതും ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യമായിട്ട് കാണേണ്ട കാര്യമില്ല. അത് നീതിയുക്തമായി തന്നെ ഡിവോൾവ് ചെയ്യണം, താഴേക്ക് കൊടുത്തിരിക്കണം. ആ നീതിയുക്തിയിൽ തന്നെ ഒരുപാട് മായം ചേർത്തിട്ടുണ്ട് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം. അതായത് മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റം, അതായത് ഡെവല്യൂഷന് മാനദണ്ഡങ്ങളുണ്ട്, ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷന്. ആ മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റം, ഡെലിബറേറ്റ് ആയിട്ട് വരുത്തിയ മാറ്റം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ലിയോ ചോദിക്കുമ്പോൾ സമയമെടുക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റം തെറ്റായിരുന്നത് കൊണ്ട് 2.93% ഉള്ളത് 1.92% കുറഞ്ഞു പോയി. നമുക്ക് 15-ാം ധനകാര്യ അത് വലിയ പ്രശ്നമായിരുന്നു. അതിന് പിന്നെ എല്ലാവരും കൂടി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാവരും കൂടി ബഹളത്തിന് പോയിട്ട് നമുക്ക് പിന്നെ കേരളത്തിന് 37,000 കോടിയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റൊക്കെ തന്നിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് 16-ാം ധനകാര്യ കമ്മീഷൻ 1.92% എന്നത് 2.4% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ല, എങ്കിലും നമുക്ക് ഡെവല്യൂഷനായിട്ട് കിട്ടുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ വേറെയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് അടിക്കുന്ന വടി പല വടി വെച്ചാണ് അടിക്കുന്നത്. എങ്ങനെയാണ്? ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് 68 സ്കീംസ് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുതൽ UPA ഗവൺമെൻറ് കാലത്ത് വരെ കൊണ്ടുവന്ന 68 സ്കീംസ്. അതിനെല്ലാം കൂടി വെട്ടിച്ചുരുക്കി അംബർല സ്കീംസ് എന്ന് പറഞ്ഞ് 28 ഇത് മാത്രമല്ല ലിയോ ചെയ്തത്. ഉദാഹരണത്തിന് നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതി, അതിനെ VBG റാംജി എന്നും പറഞ്ഞ് പേര് മാറ്റിയല്ലേ. അതായത് എന്താ പറയുക, അതിനെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പേര് മാറ്റിയത് മാത്രമല്ലല്ലോ, 2005 UPA ഗവൺമെൻറ് ഇത് കൊണ്ടുവരുന്നത്, MGNREG കൊണ്ടുവന്നത്. അന്ന് 10:90, അതായത് 10 രൂപ സംസ്ഥാനം ചെലവഴിക്കുക, 90 രൂപ കേന്ദ്രം, 10:90 അതായിരുന്നു പ്രപ്പോർഷൻ. അതിപ്പോൾ 40:60 കുറച്ചു. ആരുടെ ദേഹത്തെ ഭാരം വന്നത്? പ്രതിരോധത്തിലായത് സംസ്ഥാനങ്ങളല്ലേ. അതാണ് ഈ 28 സ്കീംസിൻ്റെ കാര്യത്തിലും ഇതുപോലെയുള്ള തിരിമറി നടന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സംസ്ഥാന LDF ഗവൺമെൻറ് പറഞ്ഞിരുന്നത്, സംസ്ഥാനം നമ്മളെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ വാസ്തവമുണ്ട്. പിന്നെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അതായത് ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫണ്ട് തരുന്നില്ല. ഉദാഹരണം, ഇപ്പോൾ പിന്നെ നെല്ല് പ്രൊക്യൂർ ചെയ്യുന്നതിന്, സംഭരിക്കുന്നതിന് പോലും ഫണ്ട് തരുന്നില്ല. അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടിൻ്റെ, കാര്യക്ഷമതയില്ലായ്മയുടെ ഉദാഹരണമാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരണമെങ്കിൽ, ഗ്രാൻറ്റിന് എയ്ഡുന്നു അങ്ങനെയൊക്കെ തരത്തിലുള്ള ഫണ്ട്, പ്രൊക്യൂർമെൻറ്റിനുള്ള ഫണ്ടൊക്കെ തരണമെങ്കിൽ ആദ്യം തന്ന ഗഡു പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങ് ചെല്ലണം. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ തന്നെ ഓഡിറ്റേഴ്സുണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രം പോരാ, CAGയുടെ ഓഡിറ്റിംഗ് വേണം. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തി അത് ശരിയാണെന്ന് CAG ഓഡിറ്റ് ചെയ്ത് അസർട്ടൈൻ ചെയ്യണം. ആ റിപ്പോർട്ട് ചെന്നാലേ കേന്ദ്രം തരും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേന്ദ്രത്തിന് വെറുതെ വാരി കൊടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സംസ്ഥാന ഖജനാവിലെ പണമാണെങ്കിലും കേന്ദ്ര ഖജനാവിലെ പണമാണെങ്കിലും അത് ജനങ്ങളുടെ പണമാണ്. അപ്പോൾ വെറുതെ വാരി എറിയാവുന്ന ഒന്നല്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട്. എൻ്റെ വിചാരം, ധനമന്ത്രിയായിട്ട് ശ്രീ VD സതീശൻ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരമുള്ള പാകപ്പിഴകൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നോക്കും. അത്തരം ഫണ്ടൊന്നും നമുക്ക് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ഈ കഴിഞ്ഞുപോയ കഥകളൊക്കെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും കേട്ടോ. കാരണം രേഖകളൊന്നും കാണത്തില്ല. രേഖകളുണ്ടെങ്കിലല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ ആ ഒരു കറക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്ത പ്രശ്നങ്ങളും ഒക്കെ. അതൊക്കെ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ സത്വര പരിഹാരം കാണണമെങ്കിൽ വളരെ ശക്തമായ ഇടപെടൽ വേണം. അതെ, എനിക്ക് തോന്നുന്നു ഈ ധനകാര്യ പിന്നെ ഈ 16ൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ, അപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കണം. തീർന്നില്ല. PSC എണ്ണങ്ങൾ ഓക്കെ. UPSCയിൽ 11 അംഗങ്ങളേ ഉള്ളൂ. UPSC 22 പ്രധാനപ്പെട്ട പരീക്ഷ നടത്തുന്നതാണ്. അതായത് നമ്മൾ സിവിൽ സർവീസിൻ്റെ പരീക്ഷയുടെ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ 22 ഓൾ ഇന്ത്യ ബേസിസിലുള്ള പരീക്ഷകൾ നടത്തുന്നു. വേറെ എന്തൊക്കെ. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ നടത്തുന്ന UPSCയിൽ 11 പേരേ ഉള്ളൂ. പക്ഷേ കേരള PSCയിൽ 21 പേരുണ്ട്. അത് നമുക്ക് ഇപ്പോൾ പിന്നെ LDF ആണെങ്കിലും UDF ആണെങ്കിലും മുന്നണിയാണ്. അപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൽ MLA സ്ഥാനമോ ഒന്നും കൊടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ സ്ഥാനം കൊടുത്തു കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് PSC മെമ്പർ, എന്ത് ചിലവാണ് ഒരു PSC മെമ്പറുടെ ശമ്പളവും, അയാൾക്ക് കൊടുക്കുന്ന വിലയേറിയ വണ്ടി തൊട്ട് എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ദുർച്ചെലവാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഫണ്ട്, നികുതിയേതര വരുമാനം, ഡെവല്യൂഷൻ ഫണ്ട്, ഇതൊക്കെ ജനങ്ങളുടെ ഫണ്ടാണ് എടുത്തുപയോഗിക്കുന്നത്, കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും. അപ്പോൾ അതിനൊക്കെ പരിധി വേണം. പരിധിയില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റണം ജനങ്ങൾക്ക്. അപ്പോഴേ ഗവൺമെൻറ്റിനാണെങ്കിൽ ഒരു ശകലം ഭയം ജനങ്ങളുടെ. വിഡ്ഢികളാണ് ജനങ്ങളെങ്കിൽ, വിഡ്ഢികളാണ് മാധ്യമങ്ങളെങ്കിൽ ഒരു ഗവൺമെൻറ്റിനും ഭയം കാണില്ല. ജനങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം, ശക്തരായിരിക്കണം. അതുപോലെ തന്നെ മാധ്യമങ്ങളും അത്തരത്തിൽ നാലാമത്തെ തൂണാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റം വരുത്താൻ പറ്റും. ഒരു ചോദ്യം കൂടി മാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അത് ഞാൻ തുടക്കത്തിൽ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അതിന് പക്ഷേ കുറേയേറെ കണ്ടീഷൻസ് വേണ്ടതല്ലേ? കേരളം പോലൊരു സംസ്ഥാനത്ത് ഓക്കെ, മറ്റ് പല സംസ്ഥാനങ്ങളും പോലെ അല്ല കേരളത്തിൽ സാമൂഹ്യമായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയുണ്ടായിട്ടുണ്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. അവിടെയൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പാറ്റ്നയിലെ ഒരു MLA കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി, എന്തിനാ പെണ്ണുങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകുന്നത്? അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആ മന്ത്രിയുടെ മുൻപിൽ ഇല്ലാതിരുന്നത് നന്നായി എന്ന്. അല്ല, അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൗജന്യ യാത്ര കൊടുക്കേണ്ടതിന് ഒരു കണ്ടീഷൻസ് വേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. തീർച്ചയായിട്ടും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊരു ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് അത് അതുപോലെ തന്നെ പാലിക്കണം എന്ന് വിചാരിക്കരുത്. വിചാരിച്ചില്ല എന്നുവെച്ചാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രതിരോധം അവർ തീർക്കില്ല. അതായത് ഇൻകം വൈസായിട്ട്, അതായത് പിന്നെ മഞ്ഞ കാർഡ്, നീല കാർഡ്, ഈ രണ്ട് റേഷൻ കാർഡിൻ്റെ മഞ്ഞ നീല കാർഡുകളിലുള്ളവർ സാമ്പത്തികമായിട്ട് താഴെ തട്ടിലുള്ളവരാണ്. അവർക്ക് തീർച്ചയായിട്ടും ഈ സൗജന്യം കൊടുക്കണം. പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള കാർഡുകാർക്കും കൊടുക്കണമോ എന്ന് ആലോചിക്കുക. അതായത് ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് ലിയോയ്ക്ക് അറിയാമല്ലോ. ആ ആക്റ്റിൽ താഴെ തട്ടിൽ നിന്നുള്ള 68% പേർക്കാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നത്. എങ്ങനെയാണെന്നറിയാമോ? അതായത് ഇപ്പോൾ കോവിഡ് കാലം പോലെ ഉള്ള ഒരു കാലഘട്ടം വരിക, അല്ലെങ്കിൽ വലിയ ഫ്ലഡിൻ്റെ കാലം വരികയാണെന്നുണ്ടെങ്കിൽ അരി, ഗോതമ്പ്, ആട്ട, പിന്നെ അതുപോലെ 5 തരം പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പിന്നെ പഞ്ചസാര, ഇത്രയും സാധനം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ താഴെ തട്ടിലെ 68%. അതിന് മുകളിലേക്കുള്ളൊരു മൂന്ത്രായും പിന്നെ എന്താ പറയുക, പിന്നെ ഇങ്ങനെയുള്ള വലിയ പണക്കാരാണ്, ബിർളായും ഒക്കെയാണ്. അപ്പോൾ അവരെങ്ങനെയും കഴിച്ചോളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉള്ള രീതി അതെന്ന് വെച്ചാൽ അവിടെ പോലും ഭക്ഷ്യസുരക്ഷാ ആക്ട് ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. ആ ആക്റ്റിൽ പോലും ഒരു കുറച്ച് പേരെ താഴ്ത്തി അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അപ്പർ ഇൻകം ഗ്രൂപ്പിന്. അതുപോലെ വലിയ ഇൻകം ഗ്രൂപ്പുകാർക്ക്, അതായത് കോടികൾ വിലയുള്ള കാറിലൊക്കെ യാത്ര ചെയ്യാൻ പ്രാപ്തിയുള്ളവർക്ക് ബസ്സിൽ ഫ്രീ യാത്ര കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലിയോ പറഞ്ഞതുപോലെ ഈ നീല കാർഡുകാർക്കും മഞ്ഞ കാർഡുകാർക്കും, വേണമെങ്കിൽ അതിന് തൊട്ട് മുകളിലെ കാർഡുകാർക്കും കൂടി അത് പരിശോധിച്ചിട്ട് അവരുടെ താല്പര്യം കൂടി നോക്കിയിട്ട് ചിലപ്പോൾ അവർ തന്നെ പറയും ഞങ്ങൾ അതിന് അർഹതയോ വേണ്ട, ഞങ്ങൾക്കത് വേണ്ട. പക്ഷേ ഈ താഴെ തട്ടിലെ 2 കാർഡുകാർക്ക് കൊടുക്കുന്നത് അനിവാര്യമാണ്. കാരണം അവരെന്ന് പറഞ്ഞാൽ 45 ലക്ഷത്തോളം കുടുംബശ്രീ പ്രവർത്തകർ തന്നെ കേരളത്തിലുണ്ട്. അവരൊന്നും വലിയ റിച്ചായിട്ടുള്ളവരല്ല. കഠിനാധ്വാനം ചെയ്ത് അവരെന്നോട്, ഞാനന്ന് കുടുംബശ്രീ ഇതിന് പോയപ്പോൾ പറഞ്ഞതാണ്, 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ടാണ് ഞങ്ങൾ 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുടുംബശ്രീ പ്രവർത്തനത്തിന് അവർ സംരംഭം നടത്തുന്നു, കഫേ നടത്തുന്നവരുണ്ട്, അങ്ങനെ എല്ലാ തരക്കാരും ഉണ്ട് അതിനകത്ത്.
അപ്പോൾ അതിനൊക്കെ വരുന്നവർ, അങ്ങനെ വരുന്ന സ്ത്രീകൾ 45 ലക്ഷമുണ്ട് കേരളത്തിൽ തന്നെ കുടുംബശ്രീക്കാർ. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർ, അതിനെപ്പറ്റിയും ഞാനൊരു സർവേ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരിൽ 93% സ്ത്രീകളാണ്. ചില സംസ്ഥാനങ്ങളിലൊക്കെ പുരുഷന്മാരും അധികം കുറേ പേര് പോകും, പക്ഷേ ഇവിടെ 93% സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ശക്തിയാണ്. അവരാണ് അവരുടെ ഇതിൻ്റെ തൊഴിൽ ശക്തിയാണ് കേരളത്തിൻ്റെ. അവർ അലയുന്നിടത്ത് അവർ കഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഒരു ചെറിയ സഹായമാണ് ഇതുപോലെ ഫ്രീ ആയിട്ട് ട്രാവൽ. ഇവിടുത്തെ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് കോസ്റ്റുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം അവർക്ക് ഈ സഹായം കൊടുക്കുന്നു എന്നുള്ളത് വലിയ ചേർത്ത് പിടിക്കലാണ്. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നത് അതും നല്ലതാണ്. കാരണം ഇന്ത്യയിൽ മുഴുവനും സ്ത്രീ പുരുഷ ലോകത്ത് മുഴുവനും ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, സ്ത്രീകളെ 2ാം തരം പൗരന്മാരായി തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ 52% പോപ്പുലേഷൻ്റെ 52% സ്ത്രീകളാണ് കേരളത്തിൽ. ഇപ്പോൾ UDFൻ്റെ മന്ത്രിമാരുടെ എണ്ണത്തിൽ എത്ര സ്ത്രീകളുണ്ട്? അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ പുരുഷ വിവേചനം ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ എല്ലാ തട്ടിലുമുണ്ട് ഈ സ്ത്രീ പുരുഷ വിവേചനം. അങ്ങനെയുള്ള സമയത്ത് സാമ്പത്തിക ശേഷി കുറഞ്ഞ പേരൻസ് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു മകനും ഒരു മകളും ഉണ്ടെങ്കിൽ മകനെ സ്കൂളിൽ അയക്കും. അല്ലെങ്കിൽ നമുക്കറിയാം സ്വത്ത് വിറ്റാണെങ്കിലും മകനെ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അയക്കും. പെൺകുട്ടിയെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കാൻ വിടും. അവൾ വല്ലയിടത്തേക്കും കെട്ടിച്ചയച്ചു പോകേണ്ടതല്ലേ എന്നും പറഞ്ഞ് അത്തരം വിവേചനം എല്ലാ സ്ഥലം. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഈ പെൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും സൗജന്യ യാത്ര കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടല്ലോ ഒരുപാട് പേര്. മാന്യമാണ് ഇപ്പോൾ വീട്ടുജോലി എന്ന് പറയുന്നത്, നല്ല കൂലിയൊക്കെ കിട്ടും കേരളത്തിലാണെങ്കിൽ. എങ്കിൽ പോലും ബസ് ഫെയർ അതിൻ്റെ ഒരു നല്ല ഭാഗം അടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ജോലിക്കാർക്കെല്ലാം ഈ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, ജുഡീഷ്യൽ, അതായത് യുക്തിസഹമായിട്ട് ചിന്തിക്കണം. എല്ലാവർക്കും വേണം? തീർച്ചയായിട്ടും വേണ്ട. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ആക്ട് തന്നെ അവിടെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കാവുന്നതാണ്. ഏറ്റവും മുകളിലെ തട്ടിലെ കുറേ പേരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു 60% പേർക്ക് താഴെ തട്ടിലുള്ള ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ KSRTCക്കും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കും. അല്ലെങ്കിൽ തന്നെ KSRTC ട്രാൻസ്പോർട്ടേഷന് മുഴുവൻ ഒരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഡീലേഴ്സ് അസോസിയേഷനൊക്കെ അത് പറഞ്ഞുകൊണ്ട് സമരത്തിന് വരാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവർക്കും പ്രശ്നം ഉണ്ടാകരുത്. അതുവഴിയും ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പം അവർക്കും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഇതിനെ പരിഹരിക്കണം. പക്ഷേ ഇത് നല്ലൊരു പദ്ധതിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി VD സതീശന് കേരളത്തിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ളത് കൊണ്ട് കൂടി മുന്നിലുള്ളത് വെല്ലുവിളി നിറഞ്ഞ നാളുകൾ തന്നെയാണ്. കൃത്യമായ പ്ലാനിങ് അനിവാര്യമാണ്. ആ പ്ലാൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. ഏതെങ്കിലും ഒരു കക്ഷിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു മുതലാളിയുടെ താല്പര്യത്തിനനുസരിച്ചാകരുത്, കേരളത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാകണം. അത് ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ അതിലുണ്ടാകണം, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകണം. കേരളത്തിലേക്ക് വരുമാനം കൊണ്ടുവരുന്നതിന് അനിവാര്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. നയം മാറ്റം വേണമെങ്കിൽ അതും വേണം. അങ്ങനെ നമ്മുടെ കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ നാടായി മാറ്റണം. ഇൻവെസ്റ്റ്മെൻറ്റുമായി മുന്നോട്ട് വരുവാൻ ജനങ്ങൾ തയ്യാറാകണം. അതിന് തടസ്സം നിൽക്കുന്ന പെറ്റി രാഷ്ട്രീയങ്ങൾ ഒഴിവാക്കുക, ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി ഒഴിവാക്കുക, അതിനൊക്കെയുള്ള ആർജവവും നിലപാട് സ്വീകരിക്കാനുള്ള കരുത്തും VD സതീശൻ ഉണ്ടാകണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന് വളരെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ധനസ്ഥിതി ഇപ്പോൾ മോശം തന്നെയാണ്. എന്തായാലും ചെലവ് ചുരുക്കുന്ന കാര്യത്തിൽ കൂടി കൃത്യമായ നിർദ്ദേശങ്ങൾ ഡോക്ടർ മേരി ജോർജ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കലിൽ മാത്രം ഒതുങ്ങരുത്, പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിലേക്ക് കൂടി നീളേണ്ടതുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി എന്ന പേരുപയോഗിച്ച് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾക്കുള്ള പണവും അത് വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് കോമൺ മാൻ നിങ്ങളെ നോക്കുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോവുക. കോമൺ സെൻസാണ് അവിടെ ഏറ്റവും അനിവാര്യം. നിങ്ങൾ അധികാരത്തിലേറുമ്പോൾ അധികാരത്തിലേറ്റിയവരെ മറക്കരുത്. നിങ്ങളാണ് ഏകാധിപതി, നിങ്ങളാണ് രാജാവ് എന്ന ചിന്ത വെടിയുക. നിങ്ങൾ ജനങ്ങളുടെ സേവകരാണ് എന്ന് കരുതി അത് ഉൾക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനപ്രിയരായ ഭരണാധികാരികളായി മാറുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാട് അത്
അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണെന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊള്ളുന്നു. വളരെയധികം നന്ദി മാഡം, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചതിൽ. ഓക്കെ. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.